നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി കേരളത്തിലും രാജ്യത്തും കിടന്ന് കറങ്ങുന്ന ഒരു വളരെ പ്രമുഖമായ വിഷയമാണ് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ ചില സൗജന്യങ്ങളെ സംബന്ധിച്ച്. ഇത്രയും സൗജന്യങ്ങൾ കൊടുക്കാമോ? ഇപ്പോൾ പ്രൊഫസർ രവിചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ ചാനലിലൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി. അതായത് ശ്രീലങ്ക 2 വർഷം കൊണ്ട് കൂപ്പുകുത്തിയത് അവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, കർണാടകത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് വന്ന് പറഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്, BJP തോറ്റുപോയത്. അവിടെ സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നു, 3000 രൂപ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ബിരുദം കഴിഞ്ഞിട്ടുള്ളവർക്ക് തൊഴിലാളി വേതനം 3000 രൂപ, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 1500 രൂപ, അതുപോലെ തന്നെ 1000 രൂപ പിന്നെ ഇത് ഇവിടെ ഇടും, പൈസ ഇടും, പിന്നെ ട്രാൻസ്പോർട്ട് ബസ് ഫ്രീ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെൽഫെയർ മെഷേഴ്സിൻ്റെ ഭാഗമായി ചെയ്തത് കൂടി കൊണ്ടാണ് അവിടെ കർണാടകത്തിൽ കോൺഗ്രസ് വന്നത്. രാജസ്ഥാനിൽ ഇതുപോലത്തെ ഒരുപാട് ആനുകൂല്യങ്ങൾ, ബീഹാറിലാണെങ്കിൽ 10,000 രൂപ വരെയൊക്കെയാണ് ആളുകളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ടുള്ള വലിയ പരിപാടികൾ. പിന്നെ തമിഴ്നാടുകാരാണ്, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടുകാരാണ് ഇതിൻ്റെ, ജയലളിതയാണ് ഇതിൻ്റെ ഒരു തുടക്കം വെച്ചിട്ടത്. അമ്മ ഹോട്ടലുകൾ, അതുപോലെ സൈക്കിളുകൾ, കുട്ടികൾ പെൺകുട്ടികൾ, തമിഴ്നാട്ടിൽ സൈക്കിൾ കൊടുക്കുന്നത് ഇപ്പോൾ വളരെ വ്യാപകമാണ്. സൈക്കിളുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കൊടുക്കുക, കമ്പ്യൂട്ടർ കൊടുക്കുക, TV കൊടുക്കുക, മിക്സി കൊടുക്കുക, സ്കൂട്ടർ കൊടുക്കുക. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ വളരെ വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇയാൾ 5000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു, നമ്മളെ സ്റ്റാലിൻ 5000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നേരിട്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ പൊങ്കലുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഓരോ കാലം വരുമ്പോൾ ആളുകളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കൊടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. 2-3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയല്ല. ഇത് കൊടുത്താൽ ഒരു സമൂഹം കൂപ്പുകുത്തുമോ, സാമ്പത്തികമായി ബുദ്ധിമുട്ടോ എന്നുള്ളത് ആ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അത് അവർ തീരുമാനിച്ചോട്ടെ. ഗണേഷിന് എന്ത് കാര്യം? രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കൊടുക്കുമോ വേണ്ടേ എന്ന് പറയാൻ ഗണേഷ് കരയേണ്ട കാര്യമൊന്നുമില്ല. ഗണേഷ് ഇപ്പം കരഞ്ഞാൽ മതി, അപ്പോൾ ഗണേഷ് കരയേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ സർക്കാർ മാറി വരികയാണെങ്കിൽ അവരവരുടെ കാര്യം ചെയ്തോട്ടെ. ആ കരച്ചിലൊന്നും കാര്യമില്ല, അതൊക്കെ ചുമ്മാ തള്ളി മറിക്കുന്നതാണ്, ഒരു കാര്യമില്ല. അതേസമയം ഇത് ഞാൻ പറഞ്ഞ പോലെ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് ഇത് ചെയ്യുമ്പോൾ ഇത് വളരെ കൃത്യമായ ചില ചോദ്യങ്ങളുണ്ട്. 1, ആദർശ രാഷ്ട്രീയം മാറി നിൽക്കുമോ? 2, കാൻഡിഡേറ്റ്സിന് നോക്കാതെ ഏത് കുറ്റിച്ചൂടിനെ പിടിച്ചു നിർത്തിയാലും ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുത്തത് കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? 3, ന്യൂജൻ കുട്ടികൾക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം കിട്ടുന്നത് വേറൊരു ടൈപ്പ് ആളുകൾക്കാണ്. ഇവിടെ 30-35 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല. അപ്പോൾ അവരുടെ തൊഴിൽ പോലുള്ള കാര്യങ്ങളെ സംരക്ഷിക്കാതെ വരുമ്പോൾ, അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷിക്കാതെ വരുമ്പോൾ ന്യൂജൻസ് ഇതെങ്ങനെയാണ് എടുക്കുക എന്നറിയില്ല. പക്ഷേ കർണാടകത്തിൽ തൊഴിലാളി വേതനം കൊടുക്കുന്നത് കൊണ്ട് ന്യൂജൻസ് അതിനകത്ത് വരുമായിരിക്കും. ഇവിടെ തൊഴിലാളി വേതനത്തിന് ഇവിടെ അങ്ങനെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇനി എങ്ങനെ വരും എന്ന് നമുക്കറിയത്തില്ല. അപ്പം ന്യൂജൻസ് ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നുള്ളതൊരു വിഷയമുണ്ട്. ഉൽപ്പാദനം, ഈ ക്ഷേമ മേഖലയ്ക്ക് പോകുന്ന പൈസ സേവന മേഖലയ്ക്കും ഉൽപ്പാദന മേഖലയ്ക്കും മുടക്കേണ്ടുന്ന പൈസയല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഈ കാലാകാലങ്ങളിലായി കൂട്ടിക്കൊടുത്താൽ ഗുണകരമാകുമോ? അതിന് പകരമുള്ള ആൾട്ടർനേറ്റീവ്സ് എന്താണ്? 65 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപ കൊടുക്കുന്നത്, ആ 2000 രൂപയ്ക്ക് പകരമായി എന്താണ് സംവിധാനം? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലെ പെൻഷൻ സ്കീമുകൾ നമുക്ക് പുനരാവിഷ്കരിക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കുന്ന വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ലിക്വിഡ് ക്യാഷ് എടുത്ത് കൊടുക്കുന്നത് ഇലക്ഷനെ സ്വാധീനിക്കുമോ? അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നത് സ്വാധീനിക്കുമോ? വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൊടുക്കാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയുമോ? സാമ്പത്തിക സ്ഥിതി അനുവദിക്കുമോ? ഇനി സാമ്പത്തിക സ്ഥിതി അനുവദിച്ചാലും അതാണോ വികസനമായി ചെയ്യേണ്ടത്? അതോ ഉൽപ്പാദന മേഖലയെ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെ വർദ്ധിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന തൊഴിലും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന, അവർ സ്വയം പര്യാപ്തമാകുന്ന ഒരു എക്കോണമിയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും കൂടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങൾ 2500 കൊടുക്കുമെങ്കിൽ അവർ 3000 കൊടുക്കുമെന്ന് പറയും. അവർ 3000 കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത മാനിഫെസ്റ്റോ, LDFിൻ്റെ മാനിഫെസ്റ്റോ വരാനിരിക്കുന്നു. NDAയുടെ മാനിഫെസ്റ്റോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ അവതരിപ്പിക്കും? കൊച്ചിയിൽ അവതരിപ്പിക്കും. ഇനി അവർ 5000 ആക്കുമോ? അറിയത്തില്ല. അവർ ഇനി എല്ലാവർക്കും കൂടി സൗജന്യമാക്കുമോ? BJPക്ക് അങ്ങനെ പറയാൻ കുഴപ്പമില്ല, കാരണം ഇപ്പോൾ ഉടനെ അധികാരത്തിൽ വരില്ല എന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കംപ്ലീറ്റ് സൗജന്യമാക്കുമോ? സർക്കാർ എല്ലാം കൂടി പൈസ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് KSRTC സൗജന്യമാക്കുമോ? നമുക്കറിയത്തില്ല. അപ്പോൾ പല രാജ്യങ്ങളിലും സൗജന്യമാണ്, പല സംസ്ഥാനങ്ങളിലും സൗജന്യമാണ്, പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് മാത്രം സൗജന്യമാണ്, പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നവർക്ക് മാത്രം സൗജന്യമാണ്. അങ്ങനെ ഒരുപാട് സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ സൗജന്യങ്ങൾ കൊണ്ട് ഒരു സമ്പദ്ഘടന കൂപ്പുകുത്തുമോ? ഒന്നാമത്തെ ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും പ്രൊഡക്ഷൻ സെക്ടറിലും അല്ലേ കൂടുതൽ പണം മുടക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമത്, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ആളുകൾക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് ചർച്ച ചെയ്യണം. തെറ്റുണ്ടോ? അല്ല നമ്മൾ ഏകപക്ഷീയമായിട്ടിരുന്ന് നമ്മളുടെ രാഷ്ട്രീയവും നമ്മളുടെ ചിന്തകളും വച്ചുകൊണ്ട് ഇതിനെ ഒന്നിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അക്കാഡമിക് വിദഗ്ധരും അതുപോലുള്ള ആളുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആളുകൾക്ക് ലിക്വിഡ് ക്യാഷ് കൊടുത്തുകൊണ്ടുള്ള ഒരു വികസനവും അതുപോലെ തന്നെ സമ്പൂർണമായി അവരെ, അതായത് ദരിദ്രരെന്നോ പണ്ഡിതരെന്നോ പാമരരെന്നോ സമ്പന്നരെന്നോ ഒന്നും വേർതിരിക്കാതെ എല്ലാവർക്കും ഒരേ ആനുകൂല്യം കൊടുക്കുന്ന സൗജന്യങ്ങൾ, അതാണല്ലോ ഈ ബസ്സിൻ്റെ കാര്യത്തിലൊക്കെ വന്നത്. അങ്ങനെയുള്ള സൗജന്യങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് സഹായിക്കുക? അത് സാമൂഹ്യനീതി ആവുമോ? അതൊരു ചോദ്യമുണ്ട്. കാരണം എന്താണ്? സമ്പന്നനും ബെനിഫിറ്റ് കിട്ടുന്നു, ദരിദ്രനും ബെനിഫിറ്റ് കിട്ടുന്നു. സമ്പന്നനിൽ നിന്ന് കാശ് മേടിക്കുകയും ദരിദ്രർക്ക് സൗജന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇളവുകൾ കൊടുക്കുമ്പോൾ ചെയ്യുമ്പോഴല്ലേ ഒരു സാമൂഹ്യനീതി ആവുന്നത്. ഇത് സാമൂഹ്യനീതി ആവുമോ എന്നൊരു ചോദ്യം. വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ഈ പ്രഖ്യാപനം അതെല്ലാവരും പ്രഖ്യാപിക്കുന്നു. ഞാൻ UDF പ്രഖ്യാപിച്ച 5 പരിപാടികൾക്ക് എതിരായിട്ടല്ല ഈ പറയുന്നത്. എല്ലാവരും പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്നു. LDFിൻ്റെ പ്രഖ്യാപനം വരും. ഇനി മാത്രമല്ല, UDFിൻ്റെ പ്രകടന പത്രിക വന്നിട്ടുമില്ല. ഇവരൊരു ഇൻട്രോ പോലെ പ്രൊമോ പോലെ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്രകടന പത്രിക വരും. അതിനകത്ത് സമസ്ത ജനവിഭാഗങ്ങൾക്കും ഓരോരോ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ NDA പറയുമ്പോൾ, BJP പറയുമ്പോൾ, കോൺഗ്രസ് പറയുമ്പോൾ, CPM പറയുമ്പോൾ, അല്ലെങ്കിൽ LDF പറയുമ്പോൾ, UDF പറയുമ്പോൾ ഇത് കൃത്യമായി കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഗുണവും ദോഷവും മറ്റ് മേഖലകളിലേക്ക് പോകേണ്ട പണമെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം വളരെ കൃത്യമായ ഒരു വിഷനോടുകൂടി കേരള സമൂഹവും ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രശ്നവുമില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. ഇലക്ഷന് ശേഷം പ്രഖ്യാപിച്ചാൽ മാത്രം, അല്ല ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചാൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നവുമില്ല. പക്ഷേ മാനിഫെസ്റ്റോ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും മാനിഫെസ്റ്റോ ഇറക്കാം. വാഗ്ദാനമാണല്ലോ, മാനിഫെസ്റ്റോ ഇറക്കാം. ഗവൺമെൻറ് ഇറക്കരുതെന്നേ ഉള്ളൂ. അത് സ്വാധീനിക്കലല്ല, വാഗ്ദാനം ഇറക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. ബ്രിട്ടനിൽ ഇങ്ങനത്തെ മാനിഫെസ്റ്റോകളല്ല, പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ മാനിഫെസ്റ്റോകളല്ല. മാനിഫെസ്റ്റോകളിൽ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുന്നതേ പറയൂ, പറയുന്നത് നടപ്പിലാക്കുക. ഇവിടെ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് LDF പറഞ്ഞു. വല്ലത് നടപ്പിലാക്കിയോ? ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. നടപ്പിലാക്കിയില്ല. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. നടപ്പിലാക്കിയോ? ഇവിടെ കോറികളെ പൊതുമേഖലയിൽ വരച്ചുകൊണ്ട് സർക്കാർ തന്നെ കോറി ഓഡിറ്റ് നടത്തി കോറിയുടെ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. വല്ലതോ നടന്നോ? അങ്ങനെ 100 കണക്കിന് കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. പിന്നെ കേരളയിലൊക്കെ തർക്കത്തിൽ പോയതുകൊണ്ടെന്ന് പറയാം. കേരളയിൽ മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഇങ്ങനെ മോണോ റെയിൽ, സിറ്റി ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിന് ശേഷം അവർ നടപ്പിലാക്കിയില്ല. അപ്പം മാനിഫെസ്റ്റോകളിൽ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ വാഗ്ദാന രൂപത്തിൽ പറയുക, ജനങ്ങളെ മോഹിപ്പിക്കുക, എല്ലാം നടപ്പിലാക്കാതിരിക്കുക, ചിലത് നടപ്പിലാക്കിയാൽ അതിൽ സാമ്പത്തികമായി സ്റ്റേറ്റുകൾ, ഞാൻ കേരളം മാത്രമല്ലല്ലോ, സ്റ്റേറ്റുകൾ നഷ്ടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർ കൂപ്പുകുത്തുക, ഇങ്ങനെ, അല്ലെങ്കിൽ അത് കവർ ചെയ്യാനുള്ള മറ്റ് പരിപാടികൾ ഏറ്റെടുക്കാനുള്ള ധാർമ്മികതയും അതിനുള്ള കപ്പാസിറ്റിയും ഉണ്ടാക്കുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ നൈതികവും ധാർമ്മികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരുപാട് മാനങ്ങൾ ഉള്ളതാണ് ഇന്ത്യയിൽ ഈ ഡോൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് ലിക്വിഡ് ക്യാഷ് കൊടുക്കുന്ന, ഡയറക്റ്റ് ബെനിഫിറ്റുകൾ കൊടുക്കുന്ന, ഡയറക്റ്റ് സൗജന്യങ്ങൾ കൊടുക്കുന്ന പുതിയ രാഷ്ട്രീയം. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയം. അതിൽ എല്ലാവരുമുണ്ട്. 6000 രൂപ കർഷകർക്ക് ബാങ്കിൽ ഇട്ട് കൊടുക്കുന്ന നരേന്ദ്രമോദിയുമുണ്ട്, രാജസ്ഥാനുണ്ട്, ബീഹാറുണ്ട്, തമിഴ്നാടുണ്ട്, ഇപ്പോൾ കേരളവുമുണ്ട്. കേരളത്തിലും ഇത് വലിയൊരു പ്രാക്ടീസ് ആയിരിക്കുകയാണ്. ഇത് ഗുണമാകുമോ ദോഷമാകുമോ? ഇതിൻ്റെ ലിമിറ്റ് എവിടം വരെ പോകാം?